ഹലോ, ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. മാർക്കോ ഇറങ്ങി 16 ദിനങ്ങൾ പിന്നിടുന്നു. തമിഴും തെലുങ്കും ഹിന്ദിയും താണ്ടി ലോകമെമ്പാടും ഈ ഒരു സിനിമ ഇന്ന് ചർച്ചാ വിഷയം തന്നെയാണ്. ഒരു മലയാള സിനിമയുടെ ഏറ്റവും അഭിമാന മുഹൂർത്തം എന്ന് തന്നെ പറയാം. നായകൻ ആരുമായിക്കോട്ടെ, നിങ്ങളുടെ ഇഷ്ടതാരമോ ഇഷ്ടമല്ലാത്ത താരമോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതോ അല്ലാത്ത താരവുമൊക്കെ ആയിരിക്കാം. എന്നിരുന്നാലും ഒരു മലയാള സിനിമയ്ക്ക് കിട്ടിയ ഏറ്റവും മികച്ച ഒരു ഇമേജ് എന്ന് തന്നെ പറയാം ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു സിനിമയ്ക്ക് ലഭിക്കുന്നത്. ഇതുവരെ നമ്മളുടെ ഒരു സിനിമ അന്യഭാഷയിൽ പോയിട്ട് ഇത്രത്തോളം ഗംഭീരമായിട്ടുള്ള ഒരു തരംഗം സൃഷ്ടിച്ചിട്ടില്ല. അതിൽ നമ്മളുടെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള താരങ്ങൾക്ക് പോലും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഓരോ സിനിമയ്ക്കും അതിൻ്റെ വിധിയുണ്ട്, അത്രമാത്രം കാണുന്നു. ഇവിടെ മാർക്കോ ഒരു പുനർചിന്തനം എന്ന് തന്നെയാണ്. മലയാളി ഇനി തമിഴ് തെലുങ്ക് സിനിമകൾ കാണണോ എന്നും നമ്മൾ ചിന്തിക്കണം. ആദ്യമായിട്ടാണ് നമ്മൾ ചാനൽ കാണുന്നത്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഒപ്പം 50,000 സബ്സ്ക്രൈബേഴ്സ് എത്താൻ ഏതാനും സബ്സ്ക്രൈബേഴ്സ് കൂടെ മതി. നിങ്ങൾ എത്രയും പെട്ടെന്ന് അതെത്തിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഈ മാർക്കോ എന്ന സിനിമയ്ക്ക് വന്നിരിക്കുന്ന കമൻസും, അത് കുറേയൊക്കെ രസകരവും ചിലപ്പോൾ നമുക്ക് ആശ്ചര്യവും തോന്നുന്ന, വിഷമവും തോന്നുന്നത്, നല്ലതുമൊക്കെ ആയിട്ട് തോന്നുന്ന, സന്തോഷമൊക്കെ തോന്നിയ ഒരുപാട് കമൻസുകളും കാര്യങ്ങളുമൊക്കെ വന്നു. ഇന്ന് തെലുങ്കിൽ സിനിമ വലിയ തരംഗമാണ്, ഹിന്ദിയിൽ അതികൊടൂരമായിട്ടുള്ള തരംഗമാണ്. ഏകദേശം 3000-ന് മുകളിലുള്ള ഷോകൾ സിനിമയ്ക്ക് നടക്കുന്നു. തെലുങ്കിൽ 1000-നടുത്തുള്ള ഷോകൾ നടക്കുന്നു. തമിഴിൽ സിനിമ ഇന്നലെ തുടങ്ങി പയ്യെ കയറി വരുന്നു എന്നുള്ള കാര്യങ്ങളും നമുക്കറിയാം. ഇതിനോടകം തന്നെ സിനിമ ഏകദേശം 100 കോടിക്ക് തൊട്ടടുത്ത് എത്തുകയും ചെയ്തു. ഇതെല്ലാം നല്ല കാര്യങ്ങളായി പോകുമ്പോൾ സിനിമ കണ്ടിറങ്ങിയ ചിലരുടെ ചോദ്യങ്ങളാണ് ഇത്. നമുക്കറിയാം, സാധാരണക്കാരൻ്റെ ചോദ്യം തന്നെയാണ്. ആ ഒരു ചോദ്യങ്ങൾ കാണുമ്പോൾ ചിലപ്പോഴൊക്കെ നമുക്ക് ചിരിച്ചും പോകും, പിന്നെ നമ്മളിങ്ങനെ ചിന്തിച്ചും പോകും. ആ ഒരു ചിന്തയിലേക്ക് വരുമ്പോൾ തെലുങ്കിൽ നിന്ന് വന്ന, അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ അവിടെ സംഭവിച്ചത്, അല്ലെങ്കിൽ അവിടെ വന്ന ചോദ്യങ്ങളാണ്. അവിടെ ഈ സിനിമ കണ്ടിട്ട് വന്ന ഒരു പ്രമുഖ ചാനലിൽ വന്ന റിവ്യൂവിൽ പറഞ്ഞത്, ഈ സിനിമ കൊടൂരമായിട്ടുള്ള ഒരു സിനിമ തന്നെയാണ്, ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ബ്രൂട്ടലായിട്ടുള്ള, ബ്ലഡ് ഷിഫ്റ്റായിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞു. എന്നിരുന്നാലും ആ സിനിമയുടെ നെഗറ്റീവായിട്ട് അദ്ദേഹം പറഞ്ഞത്, ഈ സിനിമയ്ക്ക് ലോജിക്കില്ലായ്മയാണ് അതിനകത്തിൽ ബാധിക്കുന്നതെന്ന്. ഇത് കാണുന്ന, അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന ഓരോ മലയാളിയും അപ്പോൾ തന്നെ ചിരിച്ചു പോകും. കാരണം തെലുങ്ക് സിനിമകൾ നമ്മൾ കാണുന്നത് 90% ഒരു ലോജിക്ക് എന്ന് പറഞ്ഞിട്ട് ലോജിക്കിൻ്റെ ലോ പോലും ഇല്ലാത്ത സിനിമകളാണ് എന്ന് നമുക്ക് പറയാം. അതായത് ചിലപ്പോഴൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരു കാറ് പറന്ന് വന്ന് പ്ലെയിനെ ഇടിച്ചിട്ട് ആ പ്ലെയിൻ പൊട്ടിത്തെറിച്ച് നായകൻ മാത്രം രക്ഷപ്പെടുന്നു, അല്ലെങ്കിൽ നായകൻ അത് വെള്ളത്തിൽ മുക്കി രക്ഷപ്പെടുത്തുന്ന ലെവലിലുള്ള കഥകളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. വലിയ താരങ്ങൾ അതിനകത്തിൽ അഭിനയിച്ചിട്ടുണ്ട് അവരുടെ. അതൊക്കെ കണ്ട് കൈയടിച്ച തെലുങ്കനാണ് ചോദിച്ചത്, അല്ലെങ്കിൽ തെലുങ്ക് ദേശത്തു നിന്നുള്ള വ്യക്തികളാണ് ചോദിച്ചത് ഇതിൻ്റെ ലോജിക്ക്. ഇവിടെ ഈ ഒരു സിനിമ വന്നത് ഒരു കൊടൂരമായിട്ടുള്ള, ഭയങ്കരമായിട്ടുള്ള ആക്ഷൻ ആ ഒരു രീതിയിലും, അതേപോലെ ബ്രൂട്ടൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് കുറേ ബ്ലഡ് ഒഴുകുന്ന ലെവലിൽ, ആളുകളെ കണ്ണ് തള്ളിപ്പിക്കുന്ന ലെവലിലുള്ള ഒരു സിനിമ എന്നുള്ള മാത്രം. ഇവിടുത്തെ ഇമോഷണൽ ടച്ച് ഉള്ളതോ, അല്ലെങ്കിൽ ഇവിടുത്തെ ഏറ്റവും നല്ല സിനിമയാണെന്നൊന്നും പറഞ്ഞല്ല പോകുന്നത്. ഇങ്ങനെയുള്ള സിനിമകളുടെ കാറ്റഗറിയിൽ ഏറ്റവും മികച്ചു നിൽക്കുന്നു, അത് ഇന്ത്യക്കകത്ത് തന്നെ മികച്ചു നിൽക്കുന്നു, ഒരു ഹോളിവുഡ് ലെവലിലുള്ള മൂവി എന്നുള്ളത് മാത്രമാണ് ഈ സിനിമയുടെ ആകെ ഹൈലൈറ്റ് ആയി കാണിക്കുന്നത്. അതിനകത്തിൽ ചെയ്തിരിക്കുന്ന വർക്ക് നീറ്റാണ്, അതിനകത്തിൽ അഭിനയിച്ചിരിക്കുന്നത് നീറ്റാണ്. എന്ത് പ്രസൻറ്റ് ചെയ്തു അത് നല്ല വെടിപ്പായിട്ട് പ്രസൻറ്റ് ചെയ്തു എന്നുള്ളത് മാത്രമാണ് മാർക്കോ ചെയ്തിരിക്കുന്ന മെയിൻ ആയിട്ടുള്ള പ്രധാന കാര്യം. എന്ത് സിനിമയും അങ്ങനെ കാണാനാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടം. ഇനിയും അതങ്ങനെ നിൽക്കുമ്പോൾ തമിഴിൽ ഇന്നലെ റിലീസ് ചെയ്തതിന് ശേഷം തമിഴിൽ നിന്ന് വന്ന ഒരു റിവ്യൂ ഉണ്ട്. സിനിമ ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും പറ്റില്ല, കുഞ്ഞുകുട്ടി ആൾക്കാർക്കൊന്നും പറ്റില്ല എന്നവർ തന്നെ പറയുന്നു. പാപ്പ തങ്കച്ചി അവർക്കൊന്നും പറ്റില്ല എന്ന് പറയുന്നുണ്ട്. ഇവിടെ അവർ പറഞ്ഞ മറ്റൊരു നെഗറ്റീവ്, അതായത് ഓരോരുത്തർ റിലേറ്റ് ചെയ്ത് വരുമ്പോഴാണ് നമുക്കിത് ചിരി വരുന്നത്. ഇമോഷണലി ഈ സിനിമ എങ്ങും ടച്ചിങ് അല്ല എന്നുള്ളത്. ഇവർക്ക്, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന പല സിനിമകളും, വിജയുടെ ഉൾപ്പെടെയുള്ള സിനിമകൾ, ഇവിടെ കേരളത്തിൽ ഏറ്റവും വലിയ വിജയം നേടിയ സിനിമയാണ് വിജയുടെ സിനിമ. 10 കോടിയാണ് കളക്ട് ചെയ്തത്. ഇവിടെ മലയാളി ഈ പറഞ്ഞ ഇമോഷണൽ ടച്ചും ലോജിക്കും നോക്കുകയായിരുന്നുവെങ്കിൽ എങ്ങനെ ഇരുന്നേനെയും എന്ന് ചോദിക്കാം. രജനീകാന്തിൻ്റെ ജയിലർ പോലെയുള്ള സിനിമകൾ വന്നപ്പോൾ ഇമോഷണൽ ടച്ചും ലോജിക്കും ചോദിച്ചിരുന്നുവെങ്കിൽ എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് നോക്കാം. മലയാളത്തിൻ്റെ പ്രിയ നടൻ മോഹൻലാൽ ഉള്ളതുകൊണ്ടാണ് ഇവിടെ മലയാളത്തിൽ ആളിക്കത്തിയതെന്നുള്ള വാദം നമുക്കുണ്ട്. എന്നിരുന്നാലും ഇതിൻ്റെയൊക്കെ ലോജിക്കും ഇമോഷണൽ ടച്ചും അറ്റാച്ച്മെൻറ്റുമൊക്കെ അവിടെ പല വലിയ സിനിമകൾ കാണുമ്പോഴും നമ്മളിവിടെ ഇരുന്ന് ചിരിക്കാറുണ്ട്. തങ്കച്ചി പാസം, അമ്മ പാസം, അങ്ങനെ പല ചാനലുകാർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ആ പാസങ്ങളാണ് അവർക്ക് വേണ്ടതെങ്കിൽ അത് ഈ സിനിമയിലില്ല. ഈ സിനിമയ്ക്ക് അത് ആവശ്യമില്ല. നമ്മൾ കാലത്തെ അതിജീവിച്ച്, അല്ലെങ്കിൽ ഈ കാലങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് 60കളിലും 70കളിലുമായിരുന്നു. ഇന്ന് മലയാള സിനിമ അത്രത്തോളം മാറ്റം ഉൾക്കൊണ്ടു പോകുന്ന, ഇപ്പോഴും തമിഴും തെലുങ്കിലും ആ പാസം കാണുന്ന രീതിയിലുള്ള മൈൻഡാണ് എന്നുള്ളതാണ്. പക്ഷേ ഒരു മലയാള സിനിമ നല്ല ലെവലിൽ ചെല്ലുമ്പോൾ അവർക്കത് ആ ഒരു ഇമോഷണൽ ചോദ്യം തന്നെ നമ്മളെ ചിരിപ്പിക്കുന്നതായിപ്പോയി. ഇനിയും
ഈ 2 കാര്യങ്ങൾ ഞാൻ എടുത്ത് പറഞ്ഞുള്ളൂ. പക്ഷേ ഇതേപോലെയുള്ള ഒരുപാട് കമൻസുകൾ വരുന്നു. അപ്പോഴാണ് നമ്മൾ മലയാളികൾ ചിന്തിക്കേണ്ടത്, നമ്മൾ ഇനിയും ഈ ഒരു തമിഴ്, തെലുങ്ക് സിനിമയൊക്കെ കാണണോ? ഇന്ന് മലയാള സിനിമ ഇത്രത്തോളം ഗംഭീരമായിട്ട് ഇങ്ങനെ ഒരു സിനിമ, ഈ ഒരു സിനിമ വലിയ രീതിയിൽ അവിടെ വലിയൊരു പ്രകടനം കാഴ്ചവെക്കുമ്പോൾ അതിന് നൽകുന്ന സപ്പോർട്ട് വളരെ ചെറിയ സപ്പോർട്ടുകൾ മാത്രമാണ്. നമ്മളിവിടെ നോക്കുമ്പോൾ ഗംഭീരമായിട്ടുള്ള കളക്ഷനും ഗംഭീര കാര്യങ്ങൾ. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറിയ എമൗണ്ട്, ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. ബംഗാളിൽ നിന്ന് വന്ന് അല്ലെങ്കിൽ ഒരു ആൾ കേരളത്തിൽ വന്ന് പണിയെടുക്കുമ്പോൾ അവിടുത്തെ വേതനം കുറവാണ്. ഇവിടെ വരുമ്പോൾ 1300 1200 രൂപ കിട്ടുമ്പോൾ അയാൾക്ക് അത് വലിയ എമൗണ്ട് തന്നെയാണ്. നമ്മൾ ഗൾഫിൽ പോകുമ്പോൾ ഇവിടെ 1000 രൂപ 1200 രൂപ മേടിക്കുന്ന മലയാളി ഗൾഫിൽ പോകുമ്പോൾ അവിടെ 10000 രൂപ കിട്ടുമ്പോൾ അത് വലിയ കാര്യമാണ്. അത്ര തന്നെ ഉള്ളൂ മലയാള സിനിമ തമിഴിലും തെലുങ്കിലും ഓടുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അതായത് 1 കോടി 1.5 കോടിയൊക്കെയാണ് നമുക്ക് മാക്സിമം വരുന്നത്. പക്ഷേ കേരളത്തിൽ ഓടുമ്പോൾ ഈ പറഞ്ഞ തമിഴും തെലുങ്ക് സിനിമയൊക്കെ വാരിക്കൊണ്ട് പോയത് 50 കോടിക്കും അല്ലെങ്കിൽ 30 കോടിക്കുമൊക്കെ അടുത്തുള്ള എമൗണ്ട് ആണ് എന്നുള്ളതാണ്. ആദ്യ ദിനം തന്നെ വിജയുടെ സിനിമ 10 കോടി വാരിക്കൊണ്ട് പോയപ്പോൾ ഒരു ചോദ്യം, ഈ പറഞ്ഞ തെലുങ്കരോട്, ഇതിനകത്തിൽ എവിടെയാണ് ഇമോഷണൽ ഉള്ളത്, എവിടെയാണ് ലോജിക് നിങ്ങൾ പറയുന്നത്? എന്നിട്ട് ഞങ്ങൾ മലയാളികൾ ഈ സിനിമയൊക്കെ ഇഷ്ടപ്പെട്ടില്ലേ? ഞങ്ങളുടെ ഇഷ്ടം നിങ്ങളുടെ ഒരു ക്രിയേറ്റിവിറ്റിയാണ്. ഞങ്ങളിങ്ങനെ ലോജിക്കോ അല്ലെങ്കിൽ ഇമോഷണൽ ടച്ചോ ഒന്നും നോക്കിയല്ല പോകുന്നത്. ഞങ്ങൾ എൻജോയ് ചെയ്യാനുള്ള സിനിമ കാണുമ്പോൾ അത് എൻജോയ് ചെയ്യുന്നു. വിജയ് കാണുമ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടം തോന്നുന്നു, ഞങ്ങൾ ആ വിജയ് സിനിമ കാണുന്നു. രജനീകാന്തിനെ കാണുമ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടമാണ്, അദ്ദേഹത്തിൻ്റെ സ്റ്റൈൽ ഇഷ്ടമാണ്, അതുകൊണ്ട് ഞങ്ങളത് കാണുന്നു. പക്ഷേ ഇവിടുത്തെ ഏറ്റവും പ്രമുഖനായ മമ്മൂട്ടിയോ മോഹൻലാലോ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ ഞങ്ങൾ കൂവുകയും ചെയ്യും. അതാണ് ഞങ്ങളുടെ പ്രത്യേകത. നാട്ടിലുള്ളതെല്ലാം ഞങ്ങൾക്ക് മോശവും ബാക്കിയുള്ളവർ എന്തെങ്കിലും കാണിച്ചാൽ അതെല്ലാം വലുതുമാണ്. അപ്പോൾ ഒരു ചോദ്യം തന്നെയാണ്, ഇനി മലയാളി ഇത്ര സപ്പോർട്ട് കൊടുക്കണോ? തമിഴിലും തെലുങ്കിലും മലയാള സിനിമയ്ക്ക് ലഭ്യമല്ലാത്ത ആ ഒരിത്. കേരളം എന്ന ചെറിയ സംസ്ഥാനത്ത് 700ഓളം മാത്രം തിയേറ്ററുകളാണ് ഇവിടെ നിൽക്കുന്നത്. തെലുങ്ക് തമിഴിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ 10 മടങ്ങ് തിയേറ്ററുകളാണ്. ഇന്ന് നമ്മൾ മാർക്കോയുടെ തിയേറ്റർ കൗണ്ട് പറഞ്ഞു, അല്ലെങ്കിൽ ഷോ കൗണ്ട് പറഞ്ഞു 3000. അവിടെ അത് ചെറിയ സംഭവമാണ് എന്നുള്ളത് നമ്മൾ ആലോചിച്ചോളാം. ഇവിടെ 3000 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ തിയേറ്ററുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത അത്ര തിരക്കായിരിക്കാം. അതായത് നമ്മളുടെ കൊച്ചു കേരളം, നമുക്കിപ്പോൾ പറയാം എറണാകുളം എന്ന് പറയുന്ന ഒരു ജില്ല പോലെ മാത്രമേ ഉള്ളൂ അവർക്ക്, അവരുടെ ചെന്നൈ പോലെ ഉള്ളൂ എന്നുള്ളതാണ്. അത്രത്തോളം തിയേറ്ററുകൾ, അവർ ഉൾഗ്രാമങ്ങളിലുള്ള തിയേറ്ററുകൾ എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. ഹിന്ദിയിലാണേലും അങ്ങനെ തമിഴിലാണേലും തെലുങ്കിലാണേലും ഒക്കെ. പക്ഷേ ഇവിടെ മലയാള സിനിമയ്ക്ക് അവർ നൽകുന്ന സ്വീകരണം കണ്ണടച്ച് പൂട്ടി തൊഴിച്ച് കളയുന്ന ഒരു സമീപനം തന്നെയാണ്. കാലങ്ങൾ കഴിയുമ്പോൾ ഒരു പക്ഷേ വീണ്ടും മലയാള സിനിമ അവിടെ ഇടിച്ചു കയറിക്കൊണ്ട് ചെല്ലും. നമുക്കറിയാം, ആദ്യമായി CBI ഡയറിക്കുറപ്പും അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ തന്നെ പല സിനിമകളും അങ്ങനെ ഒരു വാതായനം തുറന്നപ്പോൾ ഇന്ന് ഉണ്ണി മുകുന്ദനിലൂടെ ഈ സിനിമകൾ അതിനും മുകളിലേക്ക് പോകുന്ന ഒരു കാഴ്ച. അപ്പോൾ ഒരിക്കൽ കൂടെ നമ്മൾ ആ ഒരു പുനർചിന്തനം നടത്തണം. മലയാളി ഇനി തമിഴ് തെലുങ്ക് സിനിമ കാണണോ? കാണുമെങ്കിൽ എന്തായിരിക്കണം? നമ്മൾ ലോജിക്ക് ചോദിക്കുമോ? ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് എവിടെയെന്ന് ചോദിക്കുമോ? ഞാൻ നേരത്തെ കണ്ട സിനിമ തന്നെയല്ലേ ഉടുപ്പും, അല്ലെങ്കിൽ അതേ ഉടുപ്പും ഷർട്ടുമൊക്കെ ഇട്ട് വന്ന അതേ സിനിമ തന്നെയല്ലേ, ഏകദേശം അതേ ഡാൻസ് സ്റ്റെപ്പുകളോടെ ഉള്ള സിനിമ തന്നെയല്ലേ, എന്നിട്ടും ഞാനിവിടെ ഇരുന്ന് കാണുന്നില്ലേ? ഒന്ന് ചിന്തിച്ചാൽ ഇത് മലയാളിയോട് ഉള്ള ചോദ്യം തന്നെയാണ്. അല്ലെങ്കിൽ ഒരു തമിഴനോ തെലുങ്കനോ ഈ ഒരു വീഡിയോ കണ്ടിട്ട് അവൻ തിരിച്ച് ചിന്തിക്കുമെന്നുള്ള തോന്നലിലൂടെയല്ല. ഇവിടെ മലയാളികൾ, കാണുന്ന ഓരോ മലയാളിയും ചിന്തിക്കണം. ഈ കൊടുക്കുന്ന സപ്പോർട്ട്, അതിപ്പോൾ ഉണ്ണി മുകുന്ദൻ്റെ സിനിമയോ മമ്മൂട്ടിയുടെ സിനിമയോ മോഹൻലാലിൻ്റെ സിനിമയോ ദുൽഖറോ പ്രണവോ ആര് എന്നുള്ളതല്ല, ഇത് മലയാള സിനിമയാണ്. ഈ ഒരു സിനിമ കയറിയപ്പോൾ നമ്മൾ മലയാളികൾക്കാണ് സന്തോഷം വന്നത്. നമുക്കാണ് അതിനകത്തുള്ളൊരു സന്തോഷവും ഭയങ്കരമായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് വന്നത്. കാരണം എൻ്റെ മലയാളം എന്നുള്ള ചിന്ത തന്നെ. അതുകൊണ്ട് തന്നെ ചോദിക്കുന്നു, നിങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുക. പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം, നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാം. ശരിയാണെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ കമൻസ് അറിയാം. നിങ്ങൾക്ക് കേട്ട ഇതിലും രസകരമായിട്ടുള്ള കമൻസുകൾ തമിഴിലും തെലുങ്കിലുമൊക്കെ വന്നതുണ്ടെങ്കിൽ ഒന്ന് രേഖപ്പെടുത്താം. നമുക്ക് രസകരമായ ചർച്ചയായി മുന്നോട്ട് പോകാം. നമ്മളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണം. 50,000 സബ്സ്ക്രൈബേഴ്സ് ഇനി അധിക ദിവസം പറയില്ല. കാരണം ഒരുപാട് പേർക്ക് അരോചകമാണെന്നറിയാം അങ്ങനെ പറയുന്നത്. അത് ഇഷ്ടമുണ്ടായിട്ട് തന്നെ പറയുന്നതല്ല, അതെത്താനുള്ള ഒരു ആഗ്രഹം കൊണ്ട് തന്നെ പറയുന്നതാണ്. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ 75,000 50,000 ഒക്കെ ആയിരിക്കാം ചോദിക്കുന്നത്. ഓക്കെ, താങ്ക് യു. ഗ്രേറ്റ് മീഡിയാസ്.